AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. ഇത്തരത്തിലുള്ള പ്രതികരണം ഒവൈസി നേരത്തെയും നടത്തിയിട്ടുണ്ട്. ഒരു മുസ്ലിം വനിത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുകയാണെങ്കിൽ അത് ബുർക്കയിട്ട ഒരു മുസ്ലിം വനിതയായിരിക്കും എന്നാണ് ഒവൈസി പറഞ്ഞത്. സ്ത്രീകൾ ഇത്തരത്തിലുള്ള വലിയ പദവികൾ എത്തുന്നത് വളരെ അഭിനന്ദനീയമാണ്. ഇന്ത്യ പോലൊരു രാജ്യത്ത് നേരത്തെയും ഒരു വനിതാ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ദിരാഗാന്ധി ശോഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വളരെ ഭംഗിയായി ഏറ്റെടുക്കാനും അതിലെ കർത്തവ്യങ്ങൾ നിർവഹിക്കാനും വനിതകൾക്ക് കഴിയും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഒവൈസിയുടെ ഈ പ്രതികരണം വളരെ ശ്രദ്ധയാകർഷിക്കുന്നു. പക്ഷേ അത് ഒരു ബുർക്കയിട്ട വനിതയായിരിക്കും എന്നാണ് ഒവൈസി പറയുന്നത്. സ്ത്രീകളുടെ ഈ മുന്നേറ്റത്തിൽ ഒവൈസിക്ക് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് സംശയിക്കുന്നവർ ഉണ്ട്. കാരണം നമ്മുടെ പാർലമെൻറ്റിൽ വനിതാ സംവരണ ബിൽ വന്നപ്പോൾ അതിനെ എതിർത്തയാളാണ് ഒവൈസി. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ മറ്റൊരു MP ആയ ഇംതിയാസ് ജലീലും ഈ ബില്ലിനെ എതിർത്തു. ഈ രണ്ടുപേരൊഴികെ ഇന്ത്യയിലെ മറ്റ് എല്ലാ ജനപ്രതിനിധികളും ബില്ലിനെ അനുകൂലിച്ചാണ് വോട്ട് ചെയ്തത്. സ്ത്രീകളുടെ സംവരണത്തെ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഒവൈസിക്ക് മുന്നിൽ വന്നു. അപ്പോൾ ഒവൈസി പറഞ്ഞത് അത് സവർണ സ്ത്രീകളുടെ സംവരണമായി മാറും എന്നാണ്. ഏതായാലും നാളിതുവരെ ഒരു മുസ്ലിം വനിതയെ തൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കാൻ തയ്യാറാകാത്ത ആളാണ് ഒവൈസി. മറ്റു പാർട്ടികൾ ബുർക്കയിട്ട വനിതയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി അവരെ പ്രധാനമന്ത്രിയാക്കണം എന്നായിരിക്കാം ഒരുപക്ഷെ ഒവൈസി ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ അതിനൊരു മാതൃക കാണിക്കാൻ ഒവൈസി തയ്യാറാകണമായിരുന്നു. ബുർക്ക ഒരു വസ്ത്രരീതിയാണ്. ഇന്ത്യയിൽ പലതരം ആളുകൾ പലതരം വസ്ത്രരീതികൾ അവലംബിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ വസ്ത്രങ്ങൾ ധരിക്കാനും പുറത്തിറങ്ങി നടക്കാനുമൊക്കെ ഭരണഘടന അധികാരം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എന്ത് വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. അവർക്കിഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് പുറത്ത് ഇറങ്ങി നടക്കുക തന്നെ ചെയ്യും. അത് ബുർക്കയാകാം, ജീൻസാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം. അതൊക്കെ അവരുടേതായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ വനിതാ സംവരണത്തെ എതിർത്ത ഒവൈസി ബുർക്കയിട്ട സ്ത്രീ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും എന്ന് വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇന്ത്യയിലെ സ്ത്രീകൾ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. ദിവ്യ ത്യാഗി എന്ന 31കാരി കർത്തവ്യപഥത്തിലൂടെ മാർച്ച് ചെയ്ത് നീങ്ങിയപ്പോൾ സത്യത്തിൽ എല്ലാവർക്കും രോമാഞ്ചം തോന്നിക്കാണും. കാരണം പുരുഷന്മാരടങ്ങുന്ന വലിയ ഒരു പട്ടാള സംഘത്തെ നയിച്ചുകൊണ്ടാണ് കർത്തവ്യപഥത്തിൽ അവർ മാർച്ച് ചെയ്തത്. സ്ത്രീകളുടെ മാത്രം കണ്ടിജൻറ്റ്, അതായത് 3 സർവീസുകളിൽ നിന്നുള്ള ആർമിയിൽ നിന്നും നേവിയിൽ നിന്നും എയർഫോഴ്സിൽ നിന്നുമുള്ള സൈനികരടങ്ങിയ സ്ത്രീകളുടെ മാത്രം സംഘം കർത്തവ്യപഥത്തിൽ മാർച്ച് ചെയ്തു. നാരീശക്തിയുടെ ഒരു പ്രകടനമാണ് കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ കണ്ടത്. നമ്മുടെ ഇന്ത്യൻ വനിതകൾ സൈന്യത്തിൽ ഇപ്പോൾ മികച്ച പദവികൾ അലങ്കരിക്കുന്നുണ്ട്. അവാനി ചതുർവേദിയെപ്പോലുള്ളവർ കോമ്പാക്റ്റ് പൈലറ്റുകളാണ്. അവർ യുദ്ധവിമാനങ്ങൾ പറപ്പിക്കാൻ തയ്യാറാണ്. ഒപ്പം തന്നെ യുദ്ധക്കപ്പലുകൾക്ക് നേതൃത്വം നൽകാനും വനിതകൾ നമ്മുടെ നാട്ടിൽ സജ്ജമായി കഴിഞ്ഞു. ബഹിരാകാശത്തേക്ക് നമ്മൾ നടത്തിയിട്ടുള്ള പല പദ്ധതികളും സ്ത്രീകളുടെ നിർണായകമായ പങ്കുകൊണ്ട് ശ്രദ്ധേയമാണ്. അത് ആദിത്യ L1 ആയിക്കോട്ടെ, ചന്ദ്രയാൻ ആയിക്കോട്ടെ, അവിടെയെല്ലാം സ്ത്രീകൾ തങ്ങളാൽ കഴിയുന്ന വളരെ കൃത്യമായ സേവനങ്ങൾ നൽകി. ഇതൊക്കെ രാജ്യത്തിൻ്റെ അഭിമാന നിമിഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ കൂടുതൽ മെച്ചപ്പെട്ട പദവികളിലേക്ക് വലിയ തോതിൽ വരുന്നത് രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള കാലം കൂടുതലും സ്ത്രീകൾക്ക് അതിനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കൊടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ അതിനുവേണ്ടി മാനസികമായി തന്നെ എപ്പോഴോ തയ്യാറായി കഴിഞ്ഞു. ഒരു വനിതയെ ഇന്ത്യൻ പ്രസിഡൻ്റാക്കുന്നതിനും പ്രധാനമന്ത്രിയാക്കുന്നതിനുമൊക്കെ രാജ്യം എപ്പോഴേ മനസാന്നിധ്യം കാണിച്ചു കഴിഞ്ഞു. മറ്റു പല വികസിത രാജ്യങ്ങളും ഈ കാര്യം വളരെ വൈകിയാണ് ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ ഇന്ത്യയുടെ നേട്ടം അത്രമാത്രം അഭിമാനകരമാണ്. പലരും
വനിതാ സ്ഥാനാർത്ഥികളെ അംഗീകരിക്കാത്ത രാജ്യങ്ങളാണ്. അവർക്ക് പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് അതിൽ പരിവർത്തനം വരുത്താൻ കഴിഞ്ഞത്. ഒരു വനിതാ രാഷ്ട്ര തലവനെ സ്വീകരിക്കാത്ത രാജ്യങ്ങൾ ഇപ്പോഴും ഒട്ടനവധി ലോകത്തുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ശക്തി എല്ലാ കാലത്തും പ്രകടമായിട്ടുള്ളതാണ്. നമ്മുടെ ചരിത്ര പശ്ചാത്തലങ്ങളിലൊക്കെ പരിശോധിച്ചാൽ യുദ്ധമുഖത്തും അതുപോലെ സാമൂഹിക പരിഷ്കരണ രംഗത്തും കലയിലും സാഹിത്യത്തിലും വേദപാണ്ഡിത്യത്തിൽ വരെ സ്ത്രീകൾ അവരുടേതായ മികവ് പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒവൈസി സ്വപ്നം കാണുന്ന ഒരു ദിനം വന്നുകൂടാ എന്ന് പറയാനാകില്ല. തീർച്ചയായും വരും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അതിന് മാനസികമായി ഒവൈസി തയ്യാറാണോ എന്നതാണ് ഒരു ചോദ്യം. സ്ത്രീകളെ ജനപ്രതിനിധിയാക്കാൻ ആദ്യം സ്വന്തം പാർട്ടിയിൽ ഒരു നീക്കം ഒവൈസി നടത്തുമോ? മുസ്ലിം സംവരണം വേണം എന്നൊക്കെയുള്ള വാദം ഒവൈസി ഉന്നയിക്കുന്നുണ്ട്. മുസ്ലിം സ്ത്രീകൾക്ക് സംവരണം നൽകണം എന്ന അദ്ദേഹത്തിൻ്റെ ആവശ്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും ഭരണഘടന മതാടിസ്ഥാനത്തിലുള്ള സംവരണത്തെ അത്ര കണ്ട് അങ്ങ് അനുകൂലിക്കുന്നില്ല. എങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗം പിന്നോക്ക അവസ്ഥയിലാണെങ്കിൽ അവരെ ഉദ്ധരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്ന് പലപ്പോഴും ഭരണഘടന പരിശോധിച്ച സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ മുസ്ലിം വിഭാഗത്തിന് സംവരണം ലഭ്യമാക്കിയിട്ടുമുണ്ട്. ഈ ആന്ധ്രാപ്രദേശിലും കർണാടകയിലുമൊക്കെ അവർക്ക് വിദ്യാഭ്യാസ മേഖലയിലും ജോലിസ്ഥലത്തുമൊക്കെ ഈ സംവരണം ഏർപ്പെടുത്തിയത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. അതിനെ എതിർത്ത് BJP രംഗത്ത് വന്നതും വിവാദമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലും ഈ വിഷയം വലിയ തോതിൽ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ചയാക്കുന്നുണ്ട്. മതാടിസ്ഥാനത്തിലുള്ള ഒരു സംവരണം വേണമോ എന്ന ചർച്ചകൾ ഇനിയും തുടരട്ടെ. നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ ജനപ്രതിനിധികളുമെല്ലാം അതിൽ ഉചിതമായ ഒരു തീരുമാനം എടുക്കട്ടെ. പക്ഷേ ഒവൈസിയുടെ ആത്മാർത്ഥത എത്രയുണ്ടെന്ന് ജനം ചോദിക്കുമ്പോൾ അത് ഇത്രമാത്രമാണ് എന്ന് പറയാൻ ഒവൈസിക്ക് കഴിഞ്ഞേ മതിയാകും. സ്വന്തം പാർട്ടിയുടെ നേതൃത്വത്തിലേക്കും അതുപോലെ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ സ്ത്രീകൾ മുന്നിൽ വരണമെന്ന് പറയാൻ ഒവൈസിയും തയ്യാറാകണം. ഇന്ത്യ നാരീശക്തി എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒവൈസിയും തയ്യാറാകണം.